ണെങ്കിൽ കോഴിക്കോട് പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളിന്റെ ബസ് പിഞ്ചുകുട്ടികളുമായി വെള്ളക്കെട്ടിലേക്ക് ഇറക്കിയ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യും. നേരത്തെ ചില പ്രേക്ഷകരെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബസിന്റെ പകുതിയോളം വെള്ളം എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ബസ് ആ വെള്ളത്തിലേക്ക് ഇറക്കുന്ന നില ഉണ്ടായി. അതുപോലെ നാദാപുരത്ത് പുഴപോലെയായ റോഡിലൂടെ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച ജീപ്പുമായുള്ള യാത്ര. ഈ രണ്ട് സംഭവങ്ങളുടെയും വിവരങ്ങൾ മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് നൽകും. വിവരങ്ങൾ മിഥില. രണ്ട് സംഭവങ്ങളാണ് കോഴിക്കോട്ട് നിന്ന് ഉണ്ടായത്. ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ സ്കൂൾ ബസ്സാണ് വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, LKG UKG വിദ്യാർത്ഥികളാണ്, 25ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളുമായി വെള്ളക്കെട്ടിലൂടെ ബസ് പോയത്. ഈ ബസ് ഇങ്ങനെ വെള്ളക്കെട്ടിലൂടെ പോകുന്നത് കണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് കുട്ടികളെ മറ്റൊരു ബസ്സിലാണ് സ്കൂളിലേക്ക് മാറ്റിയത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി സ്കൂൾ പ്രിൻസിപ്പൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടന്നത് പാറക്കടവിലാണ്. പാറക്കടവ് ദാറുൽ ഹുദ സ്കൂൾ ബസ്സാണ് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. മറ്റൊന്ന് ഒരു ജീപ്പ് വെള്ളക്കെട്ടിലൂടെ വിദ്യാർത്ഥികളുമായി ജീപ്പ്, അതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിലൂടെയാണ് ആ ജീപ്പ് കുട്ടികളുമായി, നിറയെ കുട്ടികളും ആ ജീപ്പിലുണ്ട്, ഇത്തരത്തിൽ അപകടകരമായ ഒരു സാഹസിക യാത്ര നടത്തിയത്. ഈ ഒരു സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ വൈറലായി. തൊട്ടു പിന്നാലെ നാദാപുരം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. മാത്രമല്ല, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി നാദാപുരം പോലീസിന് റൂറൽ SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡ്രൈവർക്കെതിരെ കേസെടുക്കണമെന്ന ഒരു നിർദ്ദേശമാണ് റൂറൽ SP ഈ സംഭവത്തിൽ നൽകിയിട്ടുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു.